വ്രതാനുഷ്ഠാനങ്ങൾ. പ്രായഭേദമോ സ്ത്രീ പുരുഷ ഭേദമോ വ്രതങ്ങൾക്കില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ശരീരം, ചിന്ത, വാക്ക് എന്നിവയുടെ ശുദ്ധിയിൽ അധിഷ്ഠിതമാണ് വ്രതം. ശരീരശുദ്ധി, ആഹാര നിയന്ത്രണം, ജപം, ധ്യാനം, ആരാധനാലയ ദർശനം എന്നിവയിലൂടെ വ്രതശുദ്ധി, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഈശ്വരോന്മുഖമാക്കുക എന്നതാണ് വ്രതം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആഹാരം, നിദ്ര എന്നിവയുടെ നിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും ശീലിക്കണം. ഏകാദശി വ്രതം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഇഹലോക സൗഖ്യവും പരലോക മോക്ഷവുമായ വിഷ്ണു സായുജ്യവുമാണ് ഫലം. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളും വ്രതാനുഷ്ഠാനത്തിന് പ്രാധാന്യമുണ്ട്. ദശമി, ദ്വാദശി നാളുകളിൽ ഒരു നേരം പകൽ ആഹാരമാവാം. പക്ഷേ ഏകാദശി ദിവസം ഉപവസിക്കുക തന്നെ വേണമെന്നാണ്. പകലുറക്കം നിഷിദ്ധമാണ്. വ്രതകാലം അരിച്ചോറ് വർജ്യമാണ്. പാരണയോടുകൂടി വ്രതപൂർത്തി വരുത്തേണ്ടതുമാണ്.